നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രവചിക്കുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസത്തിലെ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർക്കും അതിലെ ജോലിക്കാർക്കും ധനപരമായി ഭയങ്കര ഗുണമുള്ള ഒരു സമയമാണ്. ഫുഡ് കോർട്ട് നടത്തുന്നവർക്കും ഗുണകരം തന്നെയാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ധാരാളം കച്ചവടം നടക്കാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട്. ഫൈനാൻസിനായി പലരും നിങ്ങളെ സമീപിക്കും. അതുകൊണ്ട് പണമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക. വെള്ളി, സ്വർണം മുതലായ ആഭരണങ്ങൾ വിൽക്കുന്നവർക്കും ഈ മാസം വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. വിലക്കുറഞ്ഞ രീതിയിൽ പഴക്കം ചെന്ന സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഗുണനിലവാരമുള്ള സ്വർണ്ണാഭരണം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ്. അതുവഴി നിങ്ങൾക്ക് ലാഭം കിട്ടും. കച്ചവടം ചെയ്യുന്നവർക്കും ഗുണകരമാകുന്നു. വ്യോമയാന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അത് നടത്തിക്കൊണ്ടു പോകുന്നവർക്കും ഏറെ പ്രയോജനമുള്ള ഒരു സമയമാണ് ഈ കുംഭമാസം. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ പല ആനുകൂല്യങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാം. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഗുണകരമാകുന്നു. സാമ്പത്തിക മെച്ചവും കിട്ടും. കസ്റ്റംസിൽ ജോലി ചെയ്യുന്നവർക്കും ക്ലിയറിംഗ് ഏജൻറ്റുമാർക്കും വളരെ ഗുണം കിട്ടുന്നൊരു സമയമാണ്. ഡെപ്യൂട്ടേഷൻ വഴി ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ക്ലിയറിംഗ് ഏജൻറ്റുമാരാകാൻ പരീക്ഷ എഴുതിയവർക്ക് ഈ മാസം അവർക്ക് പരീക്ഷയുടെ റിസൾട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഓഫീസ് തുടങ്ങുവാനായിട്ട് സാധിക്കും. ഇമിഗ്രേഷൻ വിഭാഗത്തിലും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അവർക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും ഡെപ്യൂട്ടേഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. കമ്പ്യൂട്ടർ സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവർക്ക് വളരെയധികം ലാഭം അവർക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സമയമാണ്. ടെക്നിക്കൽ സൈഡിൽ ഗവേഷണം നടത്തുന്നവർക്കും പല കണ്ടുപിടുത്തങ്ങളും നടത്തുകയും അതുമൂലം അവർക്ക് പേറ്റന്റ് ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. മരുന്ന് കമ്പനികൾ ധാരാളം ലാഭം കിട്ടേണ്ട ഒരു സമയമാണ്. ബന്ധുക്കൾക്കും കുടുംബത്തിനും ആശ്വാസവും മനസമാധാനവും ലഭിക്കുന്ന ഒരു സമയമാകുന്നു. പല രോഗങ്ങൾക്കും ശമനം ഉണ്ടാകുന്നു. പുത്രൻ എവിടെ എന്ന് ഇതുവരെയും കണ്ടെത്താനാകാതെ, അതായത് പുത്രൻ നഷ്ടപ്പെട്ടിട്ട് എവിടെ ഇതുവരെയും കണ്ടെത്താൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഈ കുംഭമാസത്തിൽ ആ പുത്രൻ എവിടെ എന്നുള്ള ഒരു അറിവെങ്കിലും ലഭിക്കേണ്ട സാധ്യത കാണുന്നു. ഇത് ഞാൻ ഇനി പ്രവചിക്കാൻ പോകുന്നത് മോശമായ ഫലങ്ങളെയാണ്. ഏതിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം കാണുന്നു. ഈ 20 നിമിഷം നിങ്ങൾ ഈ തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ 20 നിമിഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാനെ പ്രാർത്ഥിച്ച് കാര്യങ്ങളുടെ തടസ്സം മാറ്റിയിട്ട് അതിൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, മാറ്റി കിട്ടാൻ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും മാറി കിട്ടുന്നതാണ്. ആരെയും നിങ്ങൾ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾ ഒരു ജോലി നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണ്, നിങ്ങൾ ഓഫീസിലായിരുന്നാലും ഫാക്ടറിയിലായിരുന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ നഷ്ടം വരേണ്ട സാധ്യത കാണുന്നു. നിങ്ങൾ ചതിക്കപ്പെടാനും അതുമൂലം മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു. റിമാൻഡ് പോലുള്ള കോടതി നടപടികൾ വരാൻ ഉള്ളൊരു സാധ്യത കാണുന്നു. ഒപ്പം പല രോഗങ്ങളും പിടിപെടേണ്ട സാധ്യത കാണുന്നു. ഈ സമയം ശത്രുക്കൾ തലപൊക്കാനും നിങ്ങളെ നശിപ്പിക്കാനും ശ്രമിച്ചേക്കാം. ശ്രദ്ധിക്കുക. റിമാൻഡ് ആയാൽ ജാമ്യം ലഭിക്കുന്നതിന് പ്രയാസവും ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പലതും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. എല്ലാം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആരെയും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകാതെയും കഷ്ടനഷ്ടങ്ങൾ വരാതെയും നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. അതുവഴി ഞാൻ പ്രവചിച്ച ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുകയും ചെയ്യും. ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ സോപാനം എന്നും കേൾക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. പാനകം എന്ന നിവേദ്യം ഭഗവാന് സമർപ്പിക്കാൻ ശ്രമിക്കുക. ആ പാനക പ്രസാദം നിവേദിച്ചതിന് ശേഷം അത് പ്രസാദമായി വാങ്ങി നിങ്ങൾ കുടിക്കുക ചെയ്യുക. വീട്ടിലെ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ലക്ഷ്മി നരസിംഹ ഗായത്രി മന്ത്രം വളരെ ശ്രേഷ്ഠകരമാണ്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന, അതായത് ജാതക പരിശോധന ആവശ്യമാണ്. ഈ കുംഭമാസത്തിൽ നിങ്ങൾക്ക് ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ പൂജാപരമായതോ ജ്യോതിഷപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് നിങ്ങൾ എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.